ഇതിന്റെ ബാലൻസ് തെറ്റുമ്പോഴാണ് ആ വ്യക്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്, അകാരണമായ ഭയങ്ങളും മടിയും ഉണ്ടാകുന്നത്. നമസ്കാരം. അപ്പൊ ഇന്ന് പറയാനുള്ളത് ഈ വീഡിയോയെ കുറിച്ചാണ്. ഇത് കുറച്ചു മുമ്പ് കാണാനിടയായ ഒരു വീഡിയോ ആണ്. വളരെ നല്ലൊരു വീഡിയോ. ഒരു റേക്കി ആചാര്യൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അനുഭവങ്ങളും എങ്ങനെ റേക്കിയിലേക്ക് വന്നു, എനർജി ഹീലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വന്നു എന്നൊക്കെ ഉള്ളതും, പിന്നെ ഹീലിംഗിന്റെ ആയിട്ടുള്ള കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ചക്രാസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതിനകത്ത് അദ്ദേഹം പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇന്റർവ്യൂവർ അത് ചോദിച്ചില്ല, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളതാണ്. അത് ഇന്റർവ്യൂവിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ടിട്ടാണ്. പക്ഷെ അത് ജനങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ്. കാരണം ഞാനിവിടെ ചില എനർജി ഹീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇദ്ദേഹം ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അതൊക്കെയാണ് അതിന്റെ ബേസ്. ചക്രാസ് ഒക്കെ ഒരു വ്യക്തിയുടെ ചക്രാസ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് ആ വ്യക്തിയുടെ ഒരു ഹെൽത്തി ലിവിങ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരുന്ന രോഗങ്ങളുടെ ഒരു ഡയഗ്നോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് ഒരു വിധത്തിൽ ശരിയാണ്. നമ്മളൊരു യൂണിവേഴ്സൽ ഫോഴ്സുമായിട്ട് അലൈൻ ചെയ്യുകയാണ്. അപ്പോൾ അതിന് നമ്മൾ സ്റ്റില്ലായിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എനർജിയുമായിട്ട് യൂണിവേഴ്സൽ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സറൗണ്ടിങ്സ് എനർജി നമ്മൾ ക്ലിയർ ആക്കി വെക്കുക. അതായത് നെഗറ്റീവ് ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹീലിംഗ് ജേർണിയിലൂടെ പോകുന്ന വ്യക്തി എപ്പോഴും അദ്ദേഹത്തിന്റെ സറൗണ്ടിങ് എനർജി ക്ലിയർ ആയിരിക്കുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെഗറ്റീവ് ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കുക. നെഗറ്റീവ് ആൾക്കാരെന്ന് പറയാൻ കാരണം പലരും ഇന്റൻഷനലി നെഗറ്റീവാണ്, പലരും അറിയാൻ പാടില്ലാത്ത നെഗറ്റീവാണ്. അവർക്കത് അറിയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഒരാളുടെ ഉള്ളിൽ ആ സംഭവം, അയാൾക്ക് ഫീൽ ചെയ്യുന്ന സംഭവം, അത് എത്ര തന്നെ പറഞ്ഞാലും അടുത്തുള്ള വ്യക്തിക്ക് മനസ്സിലാകില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് യഥാർത്ഥ അറിവുള്ളവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. അവർക്ക് മാത്രമേ ആ എനർജി ക്ലെൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും നെഗറ്റീവ് ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നമ്മുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറോ ഒക്കെ ആയിരിക്കും. അവർക്ക് പക്ഷെ അറിയാൻ പറ്റില്ല. നമ്മൾ പറയും കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയാൻ പറ്റുള്ളൂ എന്ന് പറയും. എങ്കിലും അവർക്ക് മനസ്സിലാവില്ല എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. കാര്യം ഓരോ വ്യക്തിയും യുണീക്കാണ്. അതൊന്ന് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സറൗണ്ടിങ് എനർജി ക്ലിയർ ആക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഏത് ഡയറ്റായാലും നിങ്ങൾ കഴിക്കുമ്പോൾ അത് ഏത് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ ഏത് എനർജിയിലാണ് നിൽക്കുന്നത്, ആ എനർജി അനുസരിച്ചാണ് നിങ്ങളുടെ ഉള്ളിൽ പോകുന്ന ഭക്ഷണത്തിന്റെ മെറ്റാബോളിസം നടക്കുന്നത്. ഇപ്പം നിങ്ങളൊരു എന്താ പറയുക വളരെ സ്ട്രെസ്ഫുൾ എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ അത് വളരെ നെഗറ്റീവ് രീതിയിലാണ് നിങ്ങളുടെ ശരീരത്തിൽ അതിന്റെ മെറ്റാബോളിസം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഗുണത്തിലേറെ നിങ്ങളുടെ ശരീരത്തിൽ ദോഷങ്ങളെ ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് രണ്ടും കണക്റ്റഡ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇതും കണക്റ്റഡ് ആണ്. കാര്യം ആ നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ എനർജി ക്ലിയർ ആണ്. പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ ഒരു എനർജി ഹീലിംഗ് ആചാര്യന് നിങ്ങളുടെ നെഗറ്റിവിറ്റി, ഇൻഡിവിജ്വൽ നെഗറ്റിവിറ്റി മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ ക്ലെൻസ് ചെയ്തുകൊണ്ടിട്ട് നിങ്ങളുടെ ഫുഡ് ഇൻടേക്ക് കൺട്രോൾ ചെയ്യാനും നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ കഴിയും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്ട്രെസ് കൺട്രോൾ ചെയ്യുന്ന കോർട്ടിസോൾ എന്ന് പറഞ്ഞ സംഭവം, കോർട്ടിസോൾ എന്ന ഹോർമോൺ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അത് കൂടുന്തോറും നിങ്ങൾ എന്ത് തന്നെ ഫുഡ് കഴിച്ചാലും, നമ്മൾ പറയില്ലേ അധികമായ അമൃതം വിഷം എന്ന് പറയില്ലേ, എന്ന് പറയുന്ന മാതിരി നിങ്ങളുടെ സെൽ മെമ്മറിയിലുണ്ട്, നിങ്ങളുടെ സെല്ലിലുണ്ട്, നിങ്ങളുടെ സെല്ലിൽ അത് കയറി പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് തന്നെ കഴിച്ചാലും, ഔഷധം പോലും കഴിച്ചാലും അത് ഏൽക്കില്ല നിങ്ങളുടെ ശരീരത്തിൽ. അതുകൊണ്ടാണ് കാരണവർ പറയുന്നത് മനസ്സ് നന്നായിരിക്കുക, മനസ്സ് നന്നായിരുന്നു കഴിഞ്ഞാൽ പച്ചവെള്ളം കഴിച്ചാൽ കേൾക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഈ ചിഹ്നം, ഈ ഹൃദയം നന്നായിരിക്കുക ഞാൻ കൂടെ പറയുന്ന കാര്യം അതാണ്. നിങ്ങളുടെ എനർജി ക്ലിയർ ആയിരിക്കുക. അതുപോലെ നിങ്ങളുടെ സറൗണ്ടിങ്സ് ക്ലിയർ ആക്കി വെക്കുക. നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഈ ലോകത്ത് എല്ലാവരും നല്ലവരായിരിക്കണം, നല്ലവരാണ് എന്നൊക്കെ ഒന്നും നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഇൻഫാക്ട് ലോകത്തുള്ള ഭൂരിഭാഗം ആൾക്കാരും മോശമാണെന്ന് തന്നെ പറയേണ്ടി വരും. വേറൊന്നുമല്ല, വിവരക്കേട് കൊണ്ടിട്ടാണ്. ലോകത്ത് അങ്ങനെയുള്ള പല വിവരക്കേടുകളും കൊണ്ടിട്ടാണ് ഈ ലോകം ചലിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു ഭാഗമാണ് ഈ നോ തൈ സെൽഫ് എന്ന് പറഞ്ഞ കാര്യം. അത് നമ്മളെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. അതൊരു സ്പിരിച്വാലിറ്റി കൂടിയാണ്. അങ്ങനെ അതിന്റെ ആഴങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ എങ്കിലും ഇതിനകത്ത് പറയാനുള്ള രണ്ട് കാര്യങ്ങൾ, അതായത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കുക, നിങ്ങൾ ശുദ്ധമായിട്ടുള്ള എനർജിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ലൈറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ഹീലിംഗ് ജേർണി വളരെ സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകും. ഈ നിലവിലുള്ള മെഡിക്കൽ സയൻസ് പറയുന്ന കാര്യങ്ങളുടെ അപ്പുറം നിങ്ങളുടെ ശരീരത്തിന് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ സത്യം. അപ്പോൾ ഇനി ഇതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഒരുപാടുണ്ട് കാര്യങ്ങൾ പറയാനായിട്ട്. പക്ഷേ ഇതാണ് രണ്ട് ബേസിക് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ I wish everybody to have a good healing journey and a healthy life ahead. Take care.